ആ വിളിക്ക് എണ്ണ എന്ന് പറയുന്ന സാധനം തലയിൽ തൊടൂലമ്മ. അവളുടെ സങ്കടമല്ലേ എപ്പോഴേ പോയി. സങ്കടവും പോയി, അവൾക്ക് സമാധാനമായി. അവളെ സംബന്ധിച്ച് 10 മിനിറ്റ് കൊണ്ട് ആ വിഷമമെല്ലാം അങ്ങ് മാറും. അതിനൊരു കഴിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കഴിവല്ല ക്ലീറ്റോ, 10 മിനിറ്റ് കൊണ്ട് എന്റെ പൈസ തിരിച്ചു കിട്ടുമല്ലോ. അയ്യോ, അത് നാളെ കിട്ടത്തുള്ളൂ. നാളെ പെൻഷൻ വാങ്ങിക്കാൻ പോരക്കോ എനിക്ക്. പെൻഷൻ അല്ല, എന്റെ പൈസ പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടത്. ഇങ്ങനെ ഒരു മുതല് എന്നിട്ടാണ് ഇവിടെ കിടന്ന് ബഹളവും. അങ്ങനെ ഒന്നുമല്ല കാര്യം. ഇവിടെ കേറിയ കള്ളനുണ്ടല്ലോ, ഒരു പൊട്ടനാ. എന്റെ അമ്മാവ എന്റെ കഴുത്തേല് സ്വർണത്തിന്റെ കുഞ്ഞതാണെങ്കിൽ ഒരു മാലയില്ലേ, അലമാരിയില് തക്കളിയുടെ പൊടിക്കമ്പലും അവളുടെ ഒരു നൂല് പോലത്തെ മാലയുണ്ട്. ഇവിടെ അമ്മാവൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോണ് അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്നും വേണ്ട കള്ളന്. 620 രൂപ മതി. അതായത് അന്നത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം മാത്രമുള്ള കള്ളനാ. ഏത് അല്ലെങ്കിൽ അലമാരിയൊക്കെ വലിച്ചു വാരി പരിശോധിക്കാത്ത കള്ളന്മാരുണ്ടോ? ഇതിപ്പോ ഇവിടെ കേറിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വാതിലൊന്ന് തുറന്നിട്ടു. തങ്കം മതി, നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നല്ലേ ഉദ്ദേശിച്ചേ? അതെ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി. തോന്നിവാസം പറയരുത്. എടുത്ത മുതൽ തിരിച്ചു തരാനുള്ള മാന്യതയും കൂടി കാണിക്കും. നിനക്ക് എന്തടി അമ്മാവയ്യും എന്തേ അന്ന് പറഞ്ഞത് കാര്യല്ലേ? എനിക്ക് അപ്പോഴേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. എന്റെ ക്ലീറ്റോ, 620 രൂപ ആവശ്യമുള്ള കള്ളൻ ഈ ദുനിയാവിൽ നിങ്ങൾ മാത്രം ഉണ്ടാവും. തങ്കം നിന്നാണ്, അമ്മയാണ്, അമ്മാവനാണ് ഞാൻ. വെറുതെ എന്നെ വിളിച്ചതല്ലേ? നിന്റെ സ്വഭാവം അനുസരിച്ച് നീ അതും ചെയ്യും. നാളല്ലടാ ആ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കട്ടോണ്ട് ആ കാശാണ് കൊടുത്താ. അമ്മാവയ്യ 620 ഗുണമുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. ശരി, ഞാനൊന്നും പറയണില്ല. അമ്മാവനും അമ്മയും പറ, ആരെടുത്തിട്ട്? അത് ആർക്കും പച്ചാലും മനസ്സിലായിക്കൂടാ ഇവൻ തന്നെ ചെയ്തെന്ന്. ക്ലീറ്റോ, ഇത്ര നേരം ഞാൻ മര്യാദക്ക് പറഞ്ഞ എന്റെ പൈസ ഇവിടെ വെക്കി. അമ്മയ്ക്ക് തോന്നണുണ്ടമ്മ ഞാൻ അങ്ങനെ ചെയ്യൂന്ന്? നീ അല്ലാതെ വേറെ ആരും ചെയ്യൂല, നീ അതേ ചെയ്യൂ. നാണുണ്ടോ ക്ലീറ്റോ? 620 രൂപ നിങ്ങൾക്ക് പൈസ തീരില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ തരാം, ദാനമായിട്ട് തരാം. എന്നാലും മോഷ്ടിക്കരുത്. നീ ചെയ്തോണ്ടിരിക്കണത് മതി. എന്ത് മതി? മര്യാദക്ക് പൈസ തന്നെ ക്ലീറ്റോ. തരാം, ഞാൻ തരാം. ബാക്കി എവിടെ? 120 രൂപ ഞാൻ വൈകുന്നേരം വരുമ്പോ തന്നിരിക്കും. കഴിച്ചിട്ട് പോ. വേണ്ട, അയ നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് സന്തോഷം. എന്തെങ്കിലും കാര്യം പറയുമ്പോ ഭക്ഷണത്തിനോടല്ലാട്ടോ വാശി കാണിക്കേണ്ടത്. അതെ, നിന്റെ പൈസ കിട്ടിയല്ലോ, ബാക്കി പൈസ ഞാൻ വൈകിട്ട് വരുമ്പോ തരും. കാരണം അവ ഭക്ഷണം കഴിക്കുന്നില്ല, പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാ. ആണല്ലാത്ത സാധനം. ഗുഡ് മോർണിംഗ് സാർ. കുന്തം തങ്കോക്ക. മുത്തുമണിയായിരുന്നോ? பாலோட கணக்கு 30 நாளைக்கு 22 ரூபா வச்சு 660 ரூபா. அப்புறம் ஒரு பழைய பாக்கி 180 ரூபா. சரியா? அப்புறம் அது போன மாசம் பாக்கிக்கா. நேத்து அப்புறம் நான் மாட்டுக்கு தீவனம் வாங்கணும்னு சொல்லிட்டு இல்லக்கா 180 ரூபா சத்தியமா நான் எழுதி வச்சிருக்கேன்ல. அப்புறம் நேத்து மாட்டுக்கு தீவனம் வாங்கணும்னு சொன்னப்ப நீங்க ஒரு 620 ரூபா எனக்கு கொடுத்தீங்க. சரியா? அந்த 600 ஆமா, நேத்து உச்சக்கு சாப்பிட்டுட்டு இருக்கும்போது நான் வந்து வாங்கிட்டு போனேனே. மறந்துட்டீங்களா? நான் எழுதி வச்சிருக்கேன். நான் இந்த கணக்கெல்லாம் எப்போ மிஸ்டேக் பண்ணவே மாட்டேன்க்கா. அந்த 620 ரூபா போயிட்டு 220 ரூபா நீங்க எனக்கு தரணும். இந்தாங்க பால். பைசா இப்போ நாளை தரேன். சரிக்கா, நான் நாளைக்கு வரேன். എന്തു അമ്മ, ഇന്നലെ 620 രൂപ പാലിന് കൊടുത്തിട്ടാണ് ഇത്രയും നേരം ഡാഡിയെ കിടന്ന് വഴക്ക് പറഞ്ഞ? അവൻ ആ പൈസ എടുത്തില്ല, പിന്നെ ഈ 500 രൂപ നിനക്ക് എന്തിനാ തന്നത്? പാവം ശുദ്ധൻ, മനസമാധാനത്തിന് വേണ്ടിട്ട് ഇവിടെ ഈ ചാടി കളിച്ചിട്ട് ഇല്ലാത്ത കുറ്റക്കാത ഏറ്റെടുത്തില്ലേ? തങ്കം, നിന്റെ ഈ എടുത്തിയായിട്ടാണ് എല്ലാത്തിനും കാരണം. പാവം എന്ത് വിഷമിച്ചാണ് പോയിരിക്കുന്നത് അറിയാമോ? അവനെല്ലാം കടുകയും കാണിക്കുമോ എന്തോ എനിക്ക്. അല്ലെങ്കിലും എനിക്കവനറിയാം, തങ്കപ്പെട്ട മനുഷ്യനവൻ, മാനാഭിമാനമുള്ളവനാ. സ്വന്തം ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കട്ടുകൊണ്ടായി ജീവിക്കേണ്ട ആവശ്യമൊന്നും അവനില്ല. നിന്റെ ഈ എടുത്തുചാട്ടും ഈ ദേഷ്യപ്പെടലൊക്കെ ഉണ്ടല്ലോ, അത് കാരണം എത്ര ചെയ്യാത്ത കുറ്റങ്ങൾ ആ പാവെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടാവും. നിന്റെ കൂടെ ജീവിക്കണ അവനെ സമ്പാദിക്കണം.